വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനായി ഗോകുലം ഗോപാലൻ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗോകുലം ഗോപാലിൻ്റെ ചെന്നൈയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലും വീട്ടിലും നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുൻപ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകുകയായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, നമുക്കറിയാം ഈ എമ്പുരാൻ സിനിമയുടെ വിവാദത്തിന് പിന്നാലെയാണ് ആദ്യം ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. പിന്നീട് പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നു. എന്തായാലും ഈ ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ നടത്തിയ റെയ്ഡിൽ പണം പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല വിദേശത്തു നിന്നും ഈ ചിട്ടി നിക്ഷേപത്തിനായി 500 കോടിയിലധികം രൂപ സമാഹരിക്കുകയും തിരികെ അതേ രീതിയിൽ തന്നെ പണം തിരിച്ചു കൊടുത്തു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ നടത്തിയ പരിശോധനയെ തുടർന്ന് ഇ ഡി വാർത്താക്കുറിപ്പ് ഇറക്കിയതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണോ ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്? ടോം, അങ്ങനെ തന്നെയാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകൾ അത് മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനയാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ വസതികൾ, ചെന്നൈയിലെ ഓഫീസുകളിലടക്കം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഈ പരിശോധനയ്ക്കൊടുവിൽ ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ കണക്കിൽപ്പെടാത്തത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് അറിയാൻ കഴിയുന്നത് മറ്റു പല രേഖകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയുടെ പരിശോധനയിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം വിദേശത്ത് നിന്ന് ആ പണം സ്വീകരിച്ചു, വൻതുക വിദേശത്ത് നിന്ന് ചിട്ടിയിലേക്കും മറ്റും സ്വീകരിക്കുന്നു. പല ഇടപാടുകൾ വിദേശത്തേക്ക് നടന്നിരിക്കുന്നു. ഇതെല്ലാം ഈ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനം ഇതിൽ പെടുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫെമ എന്ന് പറയുന്ന നിയമത്തിൻ്റെ ലംഘനം ഇക്കാര്യത്തിലും നടന്നിട്ടുണ്ട് എന്നതാണ്. ഇതിനുശേഷം ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് അന്ന് അറിയാൻ സാധിച്ചത് വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇതിനുശേഷം ആവശ്യമെങ്കിൽ ഗോകുലം ഗോപാലിനെയും മറ്റുള്ളവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ എറണാകുളത്തെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അന്ന് പരിശോധനയിൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തുകയും ഗോകുലം ഗോപാലിനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന രണ്ടാമത്തെ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഈ കേസിൽ ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് അടുത്തയിടെ ഗോകുലം ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. ഹോട്ടലുകളിലടക്കം നിക്ഷേപങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെയാണ് സിനിമാ മേഖലയിൽ വ്യാപകമായി ഗോകുലം ഗ്രൂപ്പ് സജീവമാകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള പണം ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഫെമയുടെ നിയമപ്രകാരമെല്ലാം സ്വീകരിക്കപ്പെട്ട പണം ഈ രംഗങ്ങളിലെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇ ഡി പരിശോധന നടത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വേണം. ഈ നിക്ഷേപങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വേണമെന്നാണ് ഇ ഡി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പൊതുവിൽ സംശയിക്കുന്നത് പോലെ, പൊതുവിൽ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൻ്റെ തുടർച്ചയായാണോ ഇതിലേക്ക് അതിൻ്റെ നിർമ്മാതാവ് അവസാന ഘട്ടത്തിലാണെങ്കിലും എമ്പുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതലയിലേക്ക് ഗോകുലം ഗ്രൂപ്പ് വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതികാര നടപടിയാണോ ഇതെന്നെല്ലാം തന്നെ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇ ഡി നൽകുന്ന വിശദീകരണം അതുമായി പരിശോധനകൾക്കോ ചോദ്യം ചെയ്യലിനോ ബന്ധമൊന്നുമില്ല. 2022 മുതൽ ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പലതവണ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. മറ്റു വിവാദങ്ങൾ ഇല്ല എന്ന് ഇ ഡി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയങ്ങളിൽ കുറേയധികം വ്യക്തത ഇ ഡിക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പണം സ്വീകരിച്ചതും അത് ഏതെല്ലാം വഴികളിൽ നിക്ഷേപിച്ചു എന്ന സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഇ ഡി വ്യക്തത ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചെന്നൈയിൽ വെച്ച് മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇന്നും അത് തന്നെയാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്കടക്കം വിശദമായി ഇ ഡി കടക്കുക. ഇന്ന് 1 മണിയോടുകൂടിയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഗോകുലം ഗോപാലിനെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോം, ഡാനി, ഈ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതിന് മുൻപ് അദ്ദേഹം പ്രതികരിച്ചത് ഇ ഡി ഈ 1.5 കോടി രൂപ തൻ്റെ ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ പിടിച്ചെടുത്തിട്ടില്ല, എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല, തങ്ങളുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല, നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണല്ലോ ഗോകുലം ഗോപാലൻ പറയുന്നത്, അദ്ദേഹം വിശദീകരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ ഇതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നുള്ളൊരു വേട്ടയാടലായി സംശയിക്കുന്നവരുണ്ട്, അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പല രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകിച്ചും കോൺഗ്രസും CPM എല്ലാം ഇതൊരു ഇത് വേട്ടയാടലിൻ്റെ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടുള്ള റെയ്ഡും ചോദ്യം ചെയ്യലുമൊക്കെയാണെന്ന് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ED ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? കാരണം നേരത്തെ തന്നെ ഇത്രയും ഈ 1.5 കോടി രൂപ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിരുന്നു. 500 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കാരണം വിദേശത്തു നിന്നും ഇങ്ങനെ പണം നിക്ഷേപിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്, ഫെമ നിയമങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മാത്രമാണോ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്, അതോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിശദീകരണം EDയുടെ ഭാഗത്തുനിന്നോ ഗോപാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഗോപാലൻ പ്രതികരിച്ചത് എന്തിനാണ് വിളിപ്പിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നതാണ്. മറ്റൊന്ന്, ഇതുപോലുള്ളൊരു പണം പിടിച്ചെടുക്കൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാലും മതി. വലിയ പ്രതികരണങ്ങൾ ഈ റെയ്ഡിന് ശേഷം, ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഗോപാലിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്നോ ഒന്നും തന്നെ ഔദ്യോഗികമായൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. ഒരു ആദ്യ പ്രതികരണം ഈ രീതിയിൽ തന്നെയുള്ളതായിരുന്നു. അതൊരു സ്വാഭാവികമാണ്. EDയിൽ നിന്ന് കഴിഞ്ഞ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച വാർത്താക്കുറിപ്പിൽ അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ രീതിയിലുള്ള പണം പിടിച്ചെടുത്തതായും ചില കാര്യങ്ങൾ, രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ തുടരുകയാണെന്നും ED അവരുടെ ആ പരിശോധനയ്ക്ക് ശേഷം പതിവുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് എന്ത് നടക്കുന്നു എന്നത് പ്രധാനമായും തന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്ത വസ്തുതകളുടെയും രേഖകളുടെയും എല്ലാം പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അന്ന് ഈ രേഖകൾ സംബന്ധിയായ കാര്യങ്ങൾ, ചില വിശദീകരണങ്ങൾ ഗോപാലിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും തേടിയിരുന്നു. എന്തായാലും അവർ അതിനുള്ളൊരു വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ടാകും, സ്വാഭാവികമായും മറുപടിയും നൽകിയിട്ടുണ്ടാകും. പക്ഷേ അതിനൊപ്പം തന്നെയാണ് നേരിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദാംശങ്ങൾ തേടുന്നത്, ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതായാലും പ്രധാനമായും തന്നെ ഉദ്ദേശിക്കുന്നത് ഈ 2022 മുതലുള്ള നിക്ഷേപങ്ങൾ സംബന്ധിച്ചും അവർ കണ്ടെത്തിയിട്ടുള്ള ഈ ഫെമ നിയമലംഘനങ്ങളുടെ തുടർച്ചകൾ അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയുമാണ്. പക്ഷെ അപ്പോഴും എമ്പുരാൻ ഇഫക്റ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ് പൊതുസമൂഹത്തിന് എന്നതാണ് ഒരു സത്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസുകൾ പൃഥ്വിരാജിന്, അതിൻ്റെ സംവിധായകനും നടനും ലഭിച്ചിരിക്കുന്നു. മറ്റൊരു നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ED ആ ഘട്ടത്തിൽ തന്നെയാണ് ഗോപാലൻ്റെ വസതികളിലും ഓഫീസുകളിലും പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു എമ്പുരാൻ്റെ തുടർച്ച തന്നെ ഇവിടേക്കും വന്നുവെന്ന് പൊതുവിൽ ചിന്തിക്കുന്നവരാണ് ഏറിയ പക്ഷവും. എന്തായാലും അത്തരം കാര്യങ്ങളല്ല നടക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിടാതെ പിന്തുടരുകയാണ് കേന്ദ്ര ഏജൻസികൾ. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായി ഗോപാലിനെയാണ് ഇപ്പോൾ ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്.